Hi, question number 25. Yes, what is the question? The net current flowing in the circuit, given circuit is dash ampere. ഓക്കെ, ഈ സർക്യൂട്ട് നോക്കൂ, 2 വോൾട്ടിൽ നിന്ന് ടു വോൾട്ട് സെല്ലിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് പോയി, ഒരു പാർട്ട് ഇതിലൂടെ വരും, നോ പ്രോബ്ലം. നമുക്കത് മാർക്ക് ചെയ്ത് പോവാം. ഒരു പാർട്ട് ഇങ്ങോട്ട്, വേറെ പാർട്ട് ഇങ്ങോട്ട്. അത് നോക്കൂ, ഇതിലൂടെ എത്തി കറണ്ട്. ഈ കറണ്ട് പിന്നെ അങ്ങോട്ട് പോണ പ്രശ്നമില്ല, കാരണം നേരെ ഇങ്ങോട്ടെത്തി. ദെൻ ഇതിലൂടെ വരുന്ന കറണ്ടിലെ ഒരു പാർട്ട് ഇങ്ങോട്ട്, ഒരു പാർട്ട് ഇങ്ങോട്ട്, ഒരു പാർട്ട് ഇങ്ങോട്ട് പോകും. പക്ഷേ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റർ ബ്ലോക്സ് DC, അതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിലൂടെ വരുന്ന കറണ്ട് എഗെയിൻ അത് ഇങ്ങോട്ട് വന്നു. ഇതിലൂടെ വരുന്ന കറണ്ട് നോക്കൂ, ഇവിടെ സീറോ റെസിസ്റ്റൻസ് പാത്ത് ഇവിടെ ഇങ്ങനെ പാത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ കറണ്ട് പോവോ? ഇല്ല. കാരണം എന്താ നോക്കൂ, ഇത് മൂന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. 1 2 ഇത് രണ്ടും സീരീസ്, അത് ഇയാൾക്ക് പാരലല്, അത് ഇയാൾക്ക് പാരലല്. അതിനെ നിങ്ങൾ ഇവിടെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ ഉണ്ടാകുക? ഒറ്റ റെസിസ്റ്റർ ആയിട്ട് വരക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയല്ലേ കിടക്കുക. ഇവിടെ വന്നിട്ട് പിന്നെ ആ കറണ്ട് എങ്ങോട്ടാ പോവുക? മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത്രയും പാർട്ട് ഇതും സർക്യൂട്ടിലില്ല. പിന്നെ ആര് മാത്രമേ ഉള്ളത്? ഇത്ര പാർട്ട്. അപ്പോൾ ഇവിടെ കറണ്ട് കാൽക്കുലേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് കാൽക്കുലേഷൻ I is equal to V divided by R effective. That is V is 2 divided by R effective. This is 6. 6ഉം 3ഉം നോക്കൂ, 3 into 6 divided by 3 plus 6 9, that is equal to 2 ohm. ആ 2ഉം ഈ 2ഉം സീരീസ്, അപ്പോൾ 4ഉം 4ഉം പാരലല്, 4/2 2 ohm. Therefore R effective is 2. The answer is 1 ampere. 1 ampere is the final answer. The answer is 1.